അമ്മയ്ക്ക് സർപ്രൈസ് ഇവിടെ ഫംഗ്ഷന് വന്ന് ബ്ലസ് ചെയ്ത് പോവാന്നുള്ളതായിരുന്നു പ്ലാൻ. ഞാൻ നമ്മുടെ അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 34 കോടിക്ക് യാചിക്കാൻ ഇറങ്ങിയപ്പോ എന്നെ ചീത്ത പറഞ്ഞ് കണ്ടുകൊണ്ടിട്ടു. നീ ആവശ്യമില്ലാത്തതിന് നിൽക്കേണ്ട, ചൂടുകാലാണ് പാലക്കാട് ഒക്കെ. ഞാൻ ഓട്ടത്തിന്റെ സമയത്തും പറഞ്ഞ് ഇറങ്ങണ്ടാന്ന്. ഈ മാർച്ച് ഏപ്രിലായിരുന്നു. പാലക്കാടൊക്കെ ആരോ മരിച്ചു ചൂട് സൂര്യാഘാതമൊക്കെ ഏറ്റിട്ട്. അതുകൊണ്ട് നിന്റെ ഇതിനിറങ്ങിയ പിന്നെ ഇതിന്റെ പിന്നാലെ വിലാപയാത്രയായിട്ട് ഞങ്ങൾ വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അതിനെന്താ കുഴപ്പമില്ല കേട്ടോ. അപ്പോ എന്തിനാ അതൊക്കെ പറയുന്നത്? പഴയ സ്റ്റൈലാണല്ലോ. അപ്പോ ചീത്ത പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു തീരുമാനം എടുത്താൽ പോവില്ലോ. അങ്ങനെയാണ്. അങ്ങനെ തൃശ്ശൂർ എത്താറായപ്പോ എന്നെ വിളിച്ചു. ഉറപ്പായി ചീത്ത പറയാൻ തന്നെയാണ്. തൃശ്ശൂര് നിർത്തിക്കോ പരിപാടിന്ന്. മാത്രമല്ല 10 കോടിയോ 9 കോടിയുടെ കുറവുണ്ട്. മുമ്പിൽ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടാം, അല്ലാതെ ഇപ്പൊ ഇനി വഴിയിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റില്ലല്ലോ നമുക്ക് 10 കോടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോ തൃശ്ശൂര് വിളിച്ചപ്പോ ചീത്ത പറയുന്നത്, ചീത്ത പറഞ്ഞ ആൾക്കൊരു ആശ്വാസമാണ്. ചിലപ്പോ ഇപ്പോഴും ജോലി കെട്ടെടുത്തിട്ട് 2 എണ്ണം കിട്ടിക്കൂടാന്നില്ല അടുത്ത് നിന്നാല്. ആകെ പേടിയുള്ള ഒരാൾ അമ്മയാണ് എനിക്ക്. റെസ്പെക്റ്റ് ആണ്, സ്നേഹമാണ്. അപ്പോ വിളിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു പൊതി എന്നിട്ട് പറഞ്ഞു, അതെ അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ ഇതൊരു ഉപകാരമാണ്, ഇതും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം സാധാരണ അമ്മ നസ്രാണികൾക്ക് 100 രൂപയുടെ ഡൊണേഷൻ സംഭാവന കൊടുക്കണേ കണ്ടിട്ടുണ്ട്. 100 രൂപയിൽ കൂടുതൽ ഡൊണേഷൻ കൊടുക്കണേ കണ്ടിട്ടില്ല. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം. ഇവിടെ ഒരു മുസ്ലിമോ ഹിന്ദു ഒന്നും നോക്കാതെ ജാതി മതങ്ങൾക്ക് അതീതമായി അമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റി എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ അമ്മ 1 ലക്ഷം കൊടുത്തു, മതം നോക്കാതെ. ഈ വീഡിയോ വൈറലായതിനു ശേഷം അക്കൗണ്ടിലേക്ക് പൈസ പടപടപടപടാന്ന് കയറി. അത് മാതൃകാപരമായി ജനങ്ങൾ ഏറ്റെടുത്തു. അത് ആ 1 ലക്ഷം രൂപയുടെ അതിലധികം കൊടുത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ഇമോഷണൽ സെന്റിമെന്റ് എന്നും ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇത്. അപ്പൊ അമ്മേനൊന്നും ഞെട്ടിക്കാൻ, അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, ഇതിന് വന്ന് പോവാനുള്ള പരിപാടിയാണ്. അപ്പൊ അതും മാത്രമല്ല, ഒരു മകൻ അമ്മയെ ആദരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ മന്ത്രിമാരും അങ്ങനെ ആരാണ്, ചിലപ്പോ അങ്ങനെ ആരും ഇല്ല. അപ്പൊ എനിക്ക് തന്നെ ഈ ദൗത്യം തന്നു. ഇത് രണ്ടും കൊണ്ടും വലിയൊരു സംഭവമാണ്. എന്റെ ഒരു ഭാഗ്യമാണ് ഈ അമ്മയുടെ മകനായി ജനിക്കാൻ സാധിച്ചതില് അതിയായ സന്തോഷമാണ്. എന്റെ ഭാഗ്യമായിട്ട് ഞാൻ